മരുഭൂവിൽ മന്ന പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി. മരുഭൂവിൽ മന്ന പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി. തൻ്റെ ജനത്തിനു ജീവനായി തീർന്നവൻ ഇന്നും വസിക്കും നീ കൂദാശയിൽ. തൻ്റെ ജനത്തിനു ജീവനായി തീർന്നവൻ ഇന്നും വസിക്കും നീ കൂദാശയിൽ. ഇന്നും വസിക്കും നീ കൂദാശയിൽ. നമ്മുടെ ദൈവമേതാ നമ്മോടു കൂടെതാ. ഈയൾ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയിലിതാ. നമ്മുടെ ദൈവമേതാ നമ്മോടു കൂടെതാ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന ഈ സമയം എത്രയോ ശ്രേഷ്ഠമാണ് ഈശോയെ. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ഈശോ അങ്ങ് പറയുന്നുണ്ടല്ലോ, അങ്ങ് ശിഷ്യരോട് ചോദിക്കുന്നുണ്ട്, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? കൂടെ ആയിരിക്കാനായിട്ട് പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ ഈശോയെ. അങ്ങെപ്പോഴും ആഗ്രഹിക്കുന്നത് ഞങ്ങളെല്ലാം അങ്ങയുടെ ഒപ്പമായിരിക്കണമെന്നുള്ളതാണ്. ഈശോയെ,
ഈ സമയം എന്തുമാത്രമാണ് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര ശ്രേഷ്ഠമാണിത്. അങ്ങയോടൊപ്പമുള്ളൊരു ജീവിതം, അങ്ങയുടെ കൂടെയുള്ള ഒരു ജീവിതം. ഈശോ, ഞങ്ങളെപ്പോഴും അത് ആഗ്രഹിക്കുന്നു കർത്താവേ. പക്ഷേ എന്നാലും ഈ ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഈശോയെ മറന്നുപോയിട്ടല്ല, പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈശോയെ, അങ്ങയോടുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ കൂടെ ആയിരിക്കണേ നാഥ. ഞങ്ങളെ വിട്ടു പോകരുതേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണമപ്പ. ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത്. സങ്കീർത്തനങ്ങൾ 145:18 ഈശോയെ അങ്ങ് ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ടല്ലോ: തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിപ്പോയിട്ടുണ്ട് അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇല്ലല്ലോ എന്ന്. പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് ഈശോയെ, പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈശോയെ, അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പലപ്പോഴും അത് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഈശോയെ. പലപ്പോഴും പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾക്ക് മടുപ്പ് തോന്നാറുണ്ട്. പ്രാർത്ഥിക്കണ്ട എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പ്രാർത്ഥന അങ്ങനെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് ഈശോയെ. പണ്ടൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. പള്ളിയിൽ പോയ ദിവസങ്ങളുണ്ടായിരുന്നു, കൊന്ത ചൊല്ലിയിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു.
പക്ഷേ ഇപ്പോഴാകെ സങ്കടത്തിൻ്റെ ചില നിമിഷങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട് ഈശോയെ. പല തടസ്സങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, ജോലി ഭാരങ്ങളൊക്കെ ഞങ്ങളെ തളർത്തുന്നുണ്ട് ഈശോയെ. 1 മണിക്കൂർ ഉണർന്നിരിക്കാവോ എന്ന് നീ ചോദിച്ചപ്പോൾ ഈശോയെ, ഒരു 5 മിനിറ്റ് പോലും ഇരിക്കാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഒരു 5 മിനിറ്റ് പോലും ബൈബിൾ വായിക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയുന്നില്ല ഈശോയെ. ഉള്ളിൽ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈശോയെ, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ബലപ്പെടുക? ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ഈശോയെ, അങ്ങാണ് എൻ്റെ ബലമെന്ന് ഈ നിമിഷം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈശോയെ. കൂടെ വസിക്കണേ പോകരുതേ ഈശോയെ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ ഉണ്ടാകണേ ഈശോയെ. കൂടെ വസിക്കണേ പോകരുതേ. ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ബോധ്യം തരണം ഈശോയെ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ഈശോയെ, ആവർത്തിച്ചങ്ങ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്. ഞാൻ നിൻ്റെ ദൈവമാണ്. ഈശോയെ, ഈ നിമിഷം ഞങ്ങളുടെ ഉള്ളിൽ പല ഭയങ്ങളുണ്ട് ഈശോയെ. ഭാവിയെ പറ്റിയുള്ള ആകുലതകളുണ്ട് ഈശോയെ. അടുത്ത നിമിഷം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പോലും അറിയാൻ പറ്റാതെയാണ് പലപ്പോഴും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളെ പറ്റിയുള്ള അസ്വസ്ഥതകളും ചിലപ്പോൾ ചില പാപത്തിൻ്റെ മേഖലകളൊക്കെ ഞങ്ങളെ ഇങ്ങനെ പുറകോട്ട് വലിക്കാറുണ്ട് ഈശോയെ. ഒരുപക്ഷെ ഈ ഭയങ്ങളൊക്കെ ആയിരിക്കാം, ഈ ആകുലതകളൊക്കെ ആയിരിക്കാം ഞങ്ങളെ നിൻ്റെ വലിയ സാന്നിധ്യത്തിൽ നിന്ന് പുറകോട്ട് മാറ്റുക. അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് പലപ്പോഴും പറ്റാത്തതിൻ്റെ കാരണവും ഈ ഭയങ്ങളൊക്കെ ആയിരിക്കാം. ഈശോയെ, കൂടെയുണ്ട് എന്നൊരു ബോധ്യം എന്നിൽ ജ്വലിപ്പിക്കണമേ. ഞങ്ങളെ തളർത്തുന്ന, ഞങ്ങളെ തകർക്കുന്ന സർവ ആഗ്രഹങ്ങളും മോഹങ്ങളും ഈശോയെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. അറിയാതെ അറിയാതെ പാപത്തിൻ വഴി തേടി നിന്നിൽ നിന്നും ഏറെ മാറി. ആരോരുമില്ലാതെ ഗതിയില്ല നേര്
ആശ്വാസമായി നീ മാത്രമേ എന്നെ കാത്തിടേണം. നീ വീഴാതെ വഴി കാട്ടിടേണം ഇനി എന്നെന്നും. പാപലോകത്തിൽ വീണെരിയാതെ എന്നെ ചേർത്തിടേണം തിരുമാറോളം. എന്നെ കാത്തിടേണം നീ വീഴാതെ വഴി കാട്ടിടേണം ഇനി എന്നെന്നും. അറിയാതെ അറിയാതെ പാപത്തിൻ വഴി തേടി നിന്നിൽ നിന്നും ഏറെ മാറി. ആരോരുമില്ലാതെ ഗതിയില്ലാ നേരത്തു നീ മാത്രമാണിന്നെൻ ചാരേ. കനലാഴിയിൽ ഇരുൾ മേഘത്തിൽ തണലേകുവാനരികിൽ നീ തലോടുമാ പൊൻവിരൽകളാൽ. ആശ്വാസമായി നീ മാത്രമേ പാപലോകത്തിൽ വീണെരിയാതെ എന്നെ ചേർത്തിടേണം തിരുമാറോളം. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. മലാക്കി 3:7. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. യാക്കോബ് 4:8. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഒരുപാട് കൊതിക്കുന്ന ഒരു തമ്പുരാനാണല്ലോ നീ. ഈ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ ഞാൻ നിൻ്റെ അടുത്തിരിക്കണമെന്ന് ഈ വചനങ്ങളിലൂടെ നീ ഞങ്ങളോട് പറയുകയാണല്ലോ. ഈശോയെ, അങ്ങയുടെ അടുത്തിരിക്കാനായിട്ട് എന്നെ സഹായിക്കണേ. പരിശുദ്ധ അമ്മയുടെ 8ാമത്തെ വ്യാകുലമായിട്ട് പറയുക, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സക്രാരിയിൽ ഒറ്റപ്പെടുന്ന തമ്പുരാനാണ്. ഈശോയെ, നീ ഇന്ന് പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നുണ്ടല്ലോ. അതിന് കാരണം ഞങ്ങളാണ്. ഞങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട് അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ വിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ കടന്നു വരിക. പലപ്പോഴും അതുപോലും വേണ്ടത്ര ഒരുക്കത്തോടെയാണോ എന്ന് സംശയമാണ്. ഈശോയെ, പലപ്പോഴും ഒരുക്കമില്ലാതെയും അലക്ഷ്യമായിട്ടുമൊക്കെ അങ്ങയെ സമീപിച്ച നിമിഷങ്ങൾ ഞങ്ങളിപ്പോൾ ഓർത്തു പോവുകയാണ്. മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുമ്പാകെ ഞങ്ങളൊന്നുമല്ല ഈശോയെ, പാപികളും ബലഹീനരും മാത്രമാണ്. എങ്കിലും നീ പറയുന്നുണ്ടല്ലോ, നിനക്കെൻ്റെ കൃപ മതി. ഈശോയെ, ആ കൃപയാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുക. ആ കൃപയാണ് ഈശോയെ ഞങ്ങൾക്ക് വേണ്ടത്. നിന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. ഈശോയെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. എൻ്റെ ജീവനായ ഈശോയെ, എൻ്റെ സർവസ്വമായ ഈശോയെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. അങ്ങേക്ക് വേണ്ടി ജീവിക്കാനുള്ളൊരു കൃപ ഈശോയെ എനിക്ക് തരണമേ. ജീവനുമെൻ്റെ
സർവസവം മുൻപിലണച്ച് കുമ്പിടുന്നു. ഈശോയെ, എൻ്റെ ജീവിതത്തെ മുഴുവനും ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എടുത്തു വയ്ക്കുകയാണ്. എല്ലാം അങ്ങയുടേതാണ്, ഒന്നും എൻ്റേതല്ല. ഈശോയെ, ഞങ്ങളിൽ വന്ന് നിറയണമേ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും പരനെ നന്ദിയായി. പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ഈശോയെ നീ അരുളി ചെയ്യുന്നുണ്ടല്ലോ, എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിലും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്, എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ആശീർവാദത്തിനായിട്ട് ഞങ്ങളിപ്പോൾ ഒരുങ്ങുമ്പോൾ ഈശോയെ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ പൊതിയണമേ. ലോകത്തിൻ്റെ മോഹങ്ങൾ, അസ്വസ്ഥതകൾ ഈശോയെ അങ്ങ് അകറ്റണമേ. കർത്താവേ, ഞങ്ങളെ അങ്ങയുടേതായിട്ട് നീ മാറ്റണമേ. കൂടെയായിരിക്കാൻ, എന്നും അങ്ങയുടെ ഒപ്പമായിരിക്കാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. കൂടെ വസിക്കണേ നാഥ, പോകരുതേ. കൂടെ വസിക്കണേ, പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. മാനവരേ, മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ